വർഷം BC 44 മാർച്ച് 15. സമയം രാവിലെ. ലോകം അന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ മനുഷ്യൻ സാക്ഷാൽ ജൂലിയസ് സീസർ ഒരു മീറ്റിംഗിനായി റോമിലെ ആ വലിയ കെട്ടിടത്തിലേക്ക് നടന്നു കയറുകയാണ്. സാധാരണയായി റോമൻ സെനറ്റ് കൂടിയിരുന്നത് റോമൻ ഫോറം എന്ന സ്ഥലത്തായിരുന്നു. എന്നാൽ സീസറിനെ ആദരിക്കാൻ വേണ്ടി ആ സ്ഥലമെന്ന് പുതുക്കി പണിയുകയായിരുന്നു. അതുകൊണ്ട് ക്യൂറിയ ഓഫ് പോംപെയ് എന്നൊരു താൽക്കാലിക ഹാളിലാണ് അന്നത്തെ മീറ്റിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ആ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കിയാൽ വലിയൊരു മുറ്റം മാത്രം. വേറെ എങ്ങോട്ടും രക്ഷപ്പെടാൻ എളുപ്പത്തിൽ വഴികളില്ല. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആയുധധാരികളായ കുറെ ഗ്ലാഡിയേറ്റർമാർ ആ കെട്ടിടത്തിന് ചുറ്റും പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഹാളിനകത്ത് സീസർ തൻ്റെ സ്വർണ്ണ കസേരയിൽ വന്നിരുന്നു. ചുറ്റുമിരിക്കുന്ന സെനറ്റർമാരുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം കാണാമായിരുന്നു. കാരണം സീസറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായ മാർക്ക് ആന്റണി അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. സീസറിനെ തനിച്ചാക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായി ആന്റണിയെ കെട്ടിടത്തിന് പുറത്തു വെച്ച് മറ്റൊരാൾ തടഞ്ഞു നിർത്തി സംസാരിക്കുകയായിരുന്നു. അതെ, ആ വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ ആ നിമിഷം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് സീസറിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. നിമിഷങ്ങൾക്കകം ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ആ കൊടും ചതി അവിടെ നടക്കാൻ പോവുകയാണ്. സത്യത്തിൽ സ്വന്തം സുഹൃത്തുക്കൾ തന്നെ എന്തിനാണ് സീസറിനെ ഇത്ര ക്രൂരമായി ഇല്ലാതാക്കാൻ തീരുമാനിച്ചത്? ലോകം കീഴടക്കിയ ആ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്തായിരുന്നു? ഈ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം മനസ്സിലാക്കണമെങ്കിൽ സീസർ എങ്ങനെ ആ പദവിയിലെത്തി എന്ന് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ ആ രക്തരൂഷിതമായ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, അല്ലേ? വെൽക്കം ടു ദി പ്രസന്റ് ടോക്സ്. സീസർ എങ്ങനെ ഈ അവസ്ഥയിലെത്തി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ റോമിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പിന്നോട്ട് പോകണം. യഥാർത്ഥത്തിൽ ജൂലിയസ് സീസർ എവിടുത്തുകാരനായിരുന്നു എന്നറിയാമോ? ഇന്നത്തെ ഇറ്റലിയുടെ ഹൃദയഭാഗമായ റോമിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു പക്ക റോമാക്കാരൻ. ലോകം കീഴടക്കുക എന്ന ആ വലിയ ലക്ഷ്യത്തോടെ ഇറങ്ങിത്തിരിച്ച അദ്ദേഹം ഏകദേശം 40 വർഷം നീണ്ട സൈനിക ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ലോകം തന്നെ വിറപ്പിച്ചു. ഇന്നത്തെ ഫ്രാൻസും ബെൽജിയവും സ്വിറ്റ്സർലൻഡും ജർമ്മനിയുടെ ചില ഭാഗങ്ങളും ഒക്കെ അടങ്ങുന്ന അതിവിശാലമായൊരു ഭൂപ്രദേശം അദ്ദേഹം യുദ്ധം ചെയ്ത് തൻ്റെ കാൽ കീഴിലാക്കി. പക്ഷേ അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. പുറത്ത് ഇത്രയധികം രാജ്യങ്ങൾ കീഴടക്കി റോമൻ സാമ്രാജ്യത്തിൻ്റെ പതാക പാറിക്കുമ്പോഴും സ്വന്തം നാട്ടിലെ, അതായത് റോമിലെ ഉന്നതരായ രാഷ്ട്രീയക്കാർക്ക് സീസർ എന്നും വലിയൊരു പേടി സ്വപ്നമായിരുന്നു. അദ്ദേഹം ഒരു സാധാരണ ജനറൽ ആയിരുന്നില്ല. യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിൽ ഒരു ജീനിയസ് ആയിരുന്നു. തുടർച്ചയായ യുദ്ധവിജയങ്ങൾ അദ്ദേഹത്തെ റോമിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറ്റി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാധാരണയായി ഏതൊരു രാജ്യത്തെയും പട്ടാളക്കാർക്ക് കൂറ് തങ്ങളുടെ രാജ്യത്തോടാണല്ലോ വേണ്ടത്. എന്നാൽ സീസറിൻ്റെ സൈന്യത്തിന് റോം എന്ന രാജ്യത്തെക്കാളും അവിടുത്തെ ഭരണകൂടത്തെക്കാളും കൂടുതൽ സ്നേഹവും കൂറും തങ്ങളുടെ കമാൻഡറായ സീസറിനോട് തന്നെയായിരുന്നു. കാരണം അവർക്ക് വേണ്ട സമ്പത്തും അധികാരവും നേടിക്കൊടുത്തത് സീസർ ആയിരുന്നു. പോരാത്തതിന് അദ്ദേഹം സാധാരണ ജനങ്ങളുടെ സ്വന്തം ആളായിരുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നിയമങ്ങൾ വരുമ്പോൾ അതിനെതിരെ സീസർ ശബ്ദമുയർത്തി. അതോടെ സാധാരണക്കാരുടെ കണ്ണിൽ സീസർ ഒരു സൂപ്പർ ഹീറോയായി മാറി. പക്ഷേ ഈ ജനപ്രീതിയാണ് സീസറിന് വിനയായത്. BC 49 ആയപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങി. സീസർ റോം എന്ന രാജ്യത്തെക്കാൾ വലിയവനായി മാറിയോ എന്ന് സെനറ്റർമാർ ഭയന്നു. ഈ വളർച്ച കണ്ട് ഏറ്റവും കൂടുതൽ ഭയന്നത് മറ്റൊരാളായിരുന്നു, പോംപെയ് ദി ഗ്രേറ്റ്. ആരാണ് ഈ പോംപെയ് എന്നറിയാമോ? അക്കാലത്ത് റോമിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയും സീസറിൻ്റെ ഒരു കാലത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്നു അദ്ദേഹം. എന്നാൽ സീസറിന് ലഭിക്കുന്ന ഈ അമിതമായ ജനപ്രീതിയും സൈനിക ശക്തിയും പോംപെയെ വല്ലാതെ അങ്ങ് ഭയപ്പെടുത്തി. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ സമയം സീസർ എവിടെയായിരുന്നു? അദ്ദേഹം റോമിലായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട യുദ്ധങ്ങൾക്ക് ശേഷം അന്ന് ഇന്നത്തെ ഫ്രാൻസും വടക്കൻ ഇറ്റലിയും ഉൾപ്പെടുന്ന ഗോൾ എന്ന പ്രദേശത്തായിരുന്നു അദ്ദേഹം. അതായത് റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിർത്തിയിൽ. അവിടെ നിൽക്കുന്ന സീസറിന് പോംപെയും സെനറ്റും കൂടി ഒരു അന്ത്യശാസനം നൽകുകയുണ്ടായി. നിന്റെ സൈന്യത്തെ അവിടെ വെച്ച് തന്നെ പിരിച്ചുവിടുക.
എന്നിട്ട് അധികാരങ്ങളെല്ലാം ഒഴിഞ്ഞ് ഒരു സാധാരണക്കാരനായി റോമിലേക്ക് മടങ്ങി വരിക. പക്ഷേ അതൊരു വലിയ കെണിയായിരുന്നു. സ്വന്തം സൈന്യമില്ലാതെ വെറും കൈയോടെ റോമിൽ തിരിച്ചെത്തിയാൽ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും തൻ്റെ കഥ അവിടെ തീരുമെന്നും സീസറിന് നന്നായി അറിയാമായിരുന്നു. അവിടെ വെച്ച് സീസർ ഒരു തീരുമാനമെടുത്തു. ലോക ചരിത്രത്തെ തന്നെ രണ്ടായി പകുത്ത ഒരു തീരുമാനം. അന്ന് സീസർ നിന്നിരുന്ന ഗോൾ പ്രാവിശ്യയ്ക്കും റോമൻ സാമ്രാജ്യത്തിനും ഇടയിലുള്ള അതിർത്തിയായിരുന്നു. വടക്കൻ ഇറ്റലിയിലെ റൂബിക്കൺ എന്നൊരു ചെറിയ നദി. ഒരു ജനറലും സ്വന്തം സൈന്യവുമായി ആ നദി കടക്കാൻ പാടില്ല എന്നാണ് റോമൻ നിയമം. അത് ലംഘിച്ചാൽ അതിനർത്ഥം സാമ്രാജ്യത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്, വലിയൊരു രാജ്യദ്രോഹം. മരണമാണോ അതോ രാജ്യദ്രോഹമാണോ വേണ്ടത് എന്ന ചോദ്യത്തിനു മുന്നിൽ സീസർ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു. തൻ്റെ വിശ്വസ്തരായ സൈന്യവുമായി അദ്ദേഹം ആ റൂബിക്കൺ നദിക്കരയിൽ വന്നു നിന്നു. ആ വെള്ളത്തിലേക്ക് കാൽ വെക്കുന്നതിന് തൊട്ടു മുൻപ് ലോക ചരിത്രത്തിൽ ഇന്നും മുഴങ്ങിക്കേൾക്കുന്ന ആ പ്രശസ്തമായ ഡയലോഗ് സീസർ പറഞ്ഞു: ദ ഡൈ ഈസ് കാസ്റ്റ്, അതായത് പകിട എറിയപ്പെട്ട് കഴിഞ്ഞു, ഇനിയൊരു തിരിച്ചുപോക്കില്ല. അതെ, നിയമങ്ങളെക്കാൾ വലുതായിരുന്നു ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം. സ്വന്തം രാജ്യത്തിനെതിരെ അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചു. സീസർ തന്റെ സൈന്യത്തോടൊപ്പം ആ നദി മുറിച്ചു കടന്നു. സീസർ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഭയന്നുപോയ സെനറ്റർമാരും പോംപെയും റോമിൽ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അതോടെ പൊട്ടിത്തെറിച്ചത് 4 വർഷം നീണ്ടുനിന്ന ഒരു ഭയാനകമായ ആഭ്യന്തര യുദ്ധമായിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ തൻ്റെ ഏറ്റവും വലിയ ശത്രുവായ പോംപെയും അയാളുടെ സൈന്യത്തെയും പൂർണ്ണമായും പരാജയപ്പെടുത്തിക്കൊണ്ട് BC 45 സീസർ റോമിലേക്ക് വിജയിയായി മടങ്ങിയെത്തി. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ എതിരാളികളില്ലാത്ത ഒരേ ഒരു നേതാവ്. ഏത് സെനറ്റാണോ സീസറിനെ ഒതുക്കാൻ ശ്രമിച്ചത്, അതേ സെനറ്റിന് യാതൊരു വഴിയുമില്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വന്നു. അവർ സീസറിനെ തുടർച്ചയായി 3 തവണ കോൺസൽ എന്ന ഉയർന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയൊന്നും അത് നിന്നില്ല. ഒടുവിൽ BC 44 ഫെബ്രുവരിയിൽ അവർ സീസറിന് മറ്റൊരു പദവി കൂടി നൽകി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു പദവി, ഡിക്റ്റേറ്റർ ഫോർ ലൈഫ്, അതായത് ജീവിതാവസാനം വരെ റോം ഭരിക്കാനുള്ള പൂർണ്ണ അധികാരം. സീസർ ഒരു സ്വേച്ഛാധിപതിയായി മാറിയിരിക്കുന്നു. എല്ലാം അദ്ദേഹത്തിൻ്റെ കാൽ കീഴിലായി. പക്ഷേ അവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചത്. ഈ പദവി അതൊരു അംഗീകാരമായിരുന്നില്ല, മറിച്ച് സീസറിൻ്റെ മരണത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു. കാരണം റോമിലെ ജനങ്ങൾക്ക് പണ്ടു മുതലേ ഏറ്റവും കൂടുതൽ വെറുപ്പും പേടിയുമുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? ഒരു രാജാവ്, അതായത് ഒരാളിലേക്ക് മാത്രം മുഴുവൻ അധികാരവും വന്നു ചേരുന്ന ഏകാധിപത്യം. അവർക്ക് രാജാക്കന്മാരോട് ഇത്ര വെറുപ്പ് തോന്നാൻ ഒരു കാരണമുണ്ട്. അവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചത്. റോമിന് സ്വന്തമായ ഒരു റിപ്പബ്ലിക് ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവരെ ഭരിച്ചിരുന്നത് ക്രൂരന്മാരായ ചില രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവെന്നോ ഏകാധിപതി എന്നോ കേൾക്കുന്നത് തന്നെ റോമാക്കാർക്ക് അറപ്പും ഭയവുമായിരുന്നു. സീസറിൻ്റെ ഈ വളർച്ച ചരിത്രം ആവർത്തിക്കുമോ എന്ന ഭയം അവരിൽ ഉണ്ടാക്കി. ഏത് ചരിത്രമെന്നല്ലേ? തങ്ങൾ എന്നേക്കുമായി കുഴിച്ചുമൂടിയ ആ പഴയ രാജഭരണം. സെനറ്റർമാരുടെ ഈ വലിയ പേടിക്ക് പിന്നിൽ ചോരയിൽ കുതിർന്ന ഒരു ഭൂതകാലമുണ്ട്. കാരണം എന്താണെന്നോ? നമ്മൾ ഈ പറയുന്ന സംഭവങ്ങൾക്ക് 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, അതായത് BC 509 റോം ഭരിച്ചിരുന്നത് ഗ്വാർക്കിൻ ദി പ്രൗഡ് എന്നൊരു രാജാവായിരുന്നു. അയാളുടെ ക്രൂരതകൾക്ക് ഒരു കൈയും കണക്കുമില്ലായിരുന്നു. സ്വന്തം ജനങ്ങളെ കൊണ്ട് മൃഗങ്ങളെപ്പോലെ അടിമപ്പണി ചെയ്യിപ്പിക്കുക, തന്നെ എതിർക്കുന്നവരെ യാതൊരു വിചാരണയുമില്ലാതെ കൊന്നൊടുക്കുക, റോമിലെ നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുക, ഇതായിരുന്നു അയാളുടെ രീതി. ഒടുവിൽ അയാളുടെ കുടുംബം ചെയ്ത അതിക്രൂരമായ ചില ചെയ്തികൾ കൂടി വന്നപ്പോൾ ജനങ്ങളുടെ സഹി കെട്ടു. റോമിലെ ജനങ്ങളും സെനറ്റും കൂടി ഒത്തുചേർന്ന് ആ ക്രൂരനായ രാജാവിനെ അധികാരത്തിൽ നിന്ന് വലിച്ച് താഴെയിട്ടു. അന്നവർ എല്ലാവരും കൂടി വളരെ ശക്തമായ ഒരു ശപഥം എടുത്തു: ഇനി ഒരിക്കലും ഒരു കാരണവശാലും ഈ റോമൻ മണ്ണിൽ ഒരു രാജാവിൻ്റെ ഭരണം ഉണ്ടാകില്ല. ഒരാളും ഞങ്ങളുടെ മുകളിൽ രാജാവായി ഇരിക്കില്ല. 100 കണക്കിന് വർഷങ്ങളായി അവർ കാത്തു സൂക്ഷിച്ച ഒരു വാക്കാണത്. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സീസർ ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം പതുക്കെ ഒരു രാജാവിനെ പോലെ മാറാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ കണ്ടാൽ ആരും ഞെട്ടിപ്പോകും. അതെന്തൊക്കെയായിരുന്നെന്ന് അറിയാമോ? സീസർ സ്വയം ഒരു രാജാവാണെന്ന് ഉറപ്പിച്ച മട്ടായിരുന്നു. രാജാക്കന്മാരെ പോലെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, റോം നഗരം മുഴുവൻ തൻ്റെ വലിയ പ്രതിമകൾ സ്ഥാപിക്കുക, പോരാത്തതിന് ജനങ്ങൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ ആഘോഷിക്കാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നോ? നിങ്ങൾക്ക് നമ്മുടെ കലണ്ടറിലെ ജൂലൈ മാസം അറിയാമല്ലോ. പണ്ട് ആ മാസത്തിൻ്റെ പേര് ക്വിൻ്റലീസ് എന്നായിരുന്നു. സീസർ ജനിച്ചത് ആ മാസത്തിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആ മാസത്തിൻ്റെ പേര് തന്നെ അങ്ങ് മാറ്റി ജൂലിയസ് എന്നാക്കി. അതെ,
ഇന്നത്തെ നമ്മുടെ ജൂലൈ മാസം ഉണ്ടായത് അങ്ങനെയാണ്. അധികാരത്തിൻ്റെ ഈ അഹങ്കാരം സെനറ്റിലും കാണാമായിരുന്നു. സെനറ്റിൽ സീസറിന് ഇരിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം തയ്യാറാക്കിയ ഒരു വലിയ സ്വർണ്ണ കസേര ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ അതേ സ്വർണ്ണ കസേര. അതെ, ആ കസേരയിലാണ് അന്ന് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷെ അധികാരത്തിന്റെ ഈ നെറുകയിൽ ഇരിക്കുമ്പോൾ സീസർ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. തനിക്ക് ചുറ്റും ശത്രുക്കൾ പെരുകുന്നത്. എങ്ങനെയാണ് സ്വന്തം ആളുകൾ തന്നെ അദ്ദേഹത്തിന് ശത്രുക്കളായി മാറിയതെന്നറിയാമോ? പ്രധാനമായും 3 കൂട്ടരായിരുന്നു അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. ഒന്ന്, സീസറിന്റെ പഴയ ശത്രുക്കൾ. ആഭ്യന്തര യുദ്ധത്തിൽ തോൽപ്പിച്ചെങ്കിലും അവരെയൊന്നും സീസർ കൊന്നിരുന്നില്ല. പകരം എല്ലാവർക്കും മാപ്പ് കൊടുത്ത് സ്വന്തം സെനറ്റിൽ തന്നെ കൂടെ നിർത്തി. പക്ഷേ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സീസറിനോട് പകയായിരുന്നു. രണ്ടാമത്തെ കൂട്ടർ സീസറിനെ ഈ അധികാരത്തിൽ എത്തിക്കാൻ കൂടെ നിന്ന സ്വന്തം ആളുകളാണ്. തങ്ങൾക്ക് അർഹിച്ച സ്ഥാനമാനങ്ങളോ പണമോ കിട്ടിയില്ല എന്ന ദേഷ്യം അവർക്കുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ കൂട്ടർ റോമിലെ ഉന്നതരായ രാഷ്ട്രീയക്കാർ. സീസറിൻ്റെ ഈ വളർച്ച തങ്ങളുടെ വില ഇല്ലാതാക്കുമെന്നും റോമൻ റിപ്പബ്ലിക്ക് തന്നെ നശിച്ചു പോകുമെന്നും അവർ ഭയന്നു. അതായത് പഴയ ശത്രുക്കളും സ്വന്തം സുഹൃത്തുക്കളും രാഷ്ട്രീയക്കാരും ഒത്തുചേർന്നു. സീസർ റോമൻ റിപ്പബ്ലിക്കിന് തന്നെ വലിയ ഭീഷണിയായി മാറിക്കഴിഞ്ഞു എന്ന് അവർക്ക് ഉറപ്പായി. ഈ ഒറ്റയാനെ യുദ്ധക്കളത്തിൽ നേരിട്ട് തോൽപ്പിക്കുക എന്നത് അസാധ്യമാണ് എന്ന് അവർക്കെല്ലാം നന്നായി അറിയാമായിരുന്നു. പിന്നെ ഒരേ ഒരു വഴിയേ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഒരേ ഒരു വഴി മാത്രം. അതൊരു കൊടും ചതിയായിരുന്നു. ലോക ചരിത്രത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ ഗൂഢാലോചന, ദി കോൺസ്പിറസി. അതെ, സാക്ഷാൽ ജൂലിയസ് സീസറെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ആ ഭയങ്കരമായ പ്ലാൻ അവിടെ അരങ്ങേറുകയായിരുന്നു. സീസറിനെ കൊല്ലാൻ തീരുമാനിച്ച ആ സംഘത്തിൽ ഏകദേശം 60ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽ പലരും സീസറിന്റെ സ്വന്തം ആളുകൾ തന്നെയായിരുന്നു. തങ്ങൾക്ക് അർഹിച്ച അംഗീകാരം കിട്ടിയില്ല എന്ന് വിശ്വസിച്ചിരുന്നവർ, പഴയ ശത്രുക്കൾ, പിന്നെ റിപ്പബ്ലിക് ഇല്ലാതാകുമെന്ന് ഭയന്നവർ. ഇവർ എല്ലാവരും കൂടി മാസങ്ങളോളം രഹസ്യമായ ആ കൊലപാതകം പ്ലാൻ ചെയ്തു. ഒരു പെർഫെക്റ്റ് മർഡർ പ്ലാൻ. ആദ്യം അവർ വിചാരിച്ചത് റോമിലെ തിരക്കേറിയ തെരുവിലിട്ട് കൊല്ലാമെന്നാണ്. പക്ഷേ അവിടെ വെച്ച് ആക്രമിച്ചാൽ സീസറിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന സാധാരണ ജനങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തെ രക്ഷിച്ചേക്കാം. അത് വലിയൊരു റിസ്ക് ആയിരുന്നു. പിന്നെ പാലത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടാൻ നോക്കി. അവിടെയും സീസർ രക്ഷപ്പെടാൻ ചെറിയൊരു സാധ്യതയുണ്ടായിരുന്നു. ഗ്ലാഡിയേറ്റർമാരുടെ വേഷത്തിൽ വന്ന് കൊല്ലാമെന്നായി അടുത്ത പ്ലാൻ. അതും പാളിപ്പോകുമെന്ന് അവർക്ക് തോന്നി. കാരണം അവർക്ക് വേണ്ടിയിരുന്നത് യാതൊരു പഴുതുകളുമില്ലാത്ത ഒരു പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു. ഒടുവിൽ സീസറിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലവും സമയവും അവർ കണ്ടെത്തി. അതെ, അവർ ആ തീയതി ഉറപ്പിച്ചു, മാർച്ച് 15. എന്തുകൊണ്ടാണ് അവർ മാർച്ച് 15 എന്ന തീയതിയും മീറ്റിംഗ് നടക്കുന്ന സെനറ്റ് ഹാളും തന്നെ തിരഞ്ഞെടുത്തത് എന്നറിയാമോ? അവിടെയാണ് അവരുടെ യഥാർത്ഥ ബുദ്ധി നമ്മൾ കാണേണ്ടത്. ഒന്നാമത്തെ കാര്യം, ദിവസങ്ങൾക്കുള്ളിൽ സീസർ മറ്റൊരു വലിയ യുദ്ധത്തിനായി റോമിൽ നിന്ന് പുറപ്പെടാനിരിക്കുകയായിരുന്നു. ആ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ തൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യത്തിന് നടുവിലാകും അദ്ദേഹം. പിന്നെ സീസറിനെ തൊടാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പോകുന്നതിന് മുൻപ് തന്നെ ഇത് നടത്തണം. ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് സെനറ്റ് ഹാൾ? അവിടെയാണ് ഈ പ്ലാനിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. റോമൻ നിയമപ്രകാരം സെനറ്റ് ഹാളിനുള്ളിലേക്ക് ആയുധങ്ങളുമായി പ്രവേശിക്കാൻ ആർക്കും, എന്തിന്, ഒരു പട്ടാളക്കാരന് പോലും അനുവാദമില്ല. ഇതിനർത്ഥം എന്താണെന്നറിയാമോ? സീസറിന് കാവൽ നിൽക്കുന്ന സായുധരായ ബോഡി ഗാർഡുകൾക്ക് ഒരിക്കലും മീറ്റിംഗ് ഹാളിനുള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. അവർക്ക് പുറത്ത് മാത്രമേ നിൽക്കാൻ കഴിയൂ. അതായത് ഹാളിനകത്ത് സീസറിനെ രക്ഷിക്കാൻ ആയുധധാരികളായ അംഗരക്ഷകർ ഉണ്ടാകില്ല. പിന്നെ സീസറിന്റെ ഏക ആശ്രയം അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വസ്തരായ ചില സുഹൃത്തുക്കൾ മാത്രമാണ്. അതിലേറ്റവും പ്രധാനി സാക്ഷാൽ മാർക്ക് ആന്റണി ആയിരുന്നു. മാർക്ക് ആന്റണിയെ പോലൊരു വലിയ പോരാളി കൂടെ ഉള്ളപ്പോൾ സീസറിനെ വെറും കൈയോടെ ആക്രമിക്കുക എന്നത് അസാധ്യമായിരുന്നു. എന്നാൽ സെനറ്റ് ഹാളിനകത്തേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകാനും പാടില്ല. പിന്നെ എങ്ങനെ അവർ ആയുധങ്ങൾ അകത്തെത്തിക്കും? അവിടെയാണ് അവർ തങ്ങളുടെ യഥാർത്ഥ ബുദ്ധി പ്രയോഗിച്ചത്. മാർച്ച് 15 രാവിലെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. സെനറ്റിലേക്ക് ഔദ്യോഗിക രേഖകൾ കൊണ്ടുവരുന്ന സാധാരണ മരപ്പെട്ടികൾ, അതിനുള്ളിൽ വളരെ രഹസ്യമായി അവർ ആ കടാരകൾ ഒളിപ്പിച്ചു വെച്ചു. ആരും കാണാതെ വളരെ വിദഗ്ധമായി ആ ആയുധങ്ങൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങളിൽ ഉള്ളിലേക്ക് മാറ്റി. ഇനി ഈ വീഡിയോയുടെ തുടക്കത്തിലേക്ക് ഒന്നുകൂടി പോയി നോക്കൂ. അവിടെ ആ കെട്ടിടത്തിന് പുറത്ത് കാവൽ നിന്ന ഗ്ലാഡിയേറ്റർമാരെ ഓർമ്മയുണ്ടോ? അവർ ആരുടേതാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. സീസറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സീസർ തൻ്റെ സ്വത്തിൻ്റെ രണ്ടാമത്തെ അവകാശിയായി പോലും എഴുതി വെച്ച സാക്ഷാൽ ഡെസിമസ് ബ്രൂട്ടസിന്റെ ആളുകളായിരുന്നു അവർ. സ്വന്തം സുഹൃത്തിന്റെ കാവൽക്കാർ പുറത്തു നിൽക്കുമ്പോൾ സീസറിന് എങ്ങനെ സംശയം തോന്നാനാണ്? അദ്ദേഹം അവരെ പൂർണ്ണമായും വിശ്വസിച്ചു പോയി. ആയുധം റെഡിയായി, കാവൽക്കാരും റെഡിയായി. ഇനി ഒരേ ഒരു തടസ്സം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. വിശ്വസ്തനായ മാർക്ക് ആന്റണി. ആന്റണി കൂടെ ഉണ്ടെങ്കിൽ സീസറിനെ തൊടാൻ പോലും കഴിയില്ല.
അതുകൊണ്ട് ആ ശത്രുക്കളിൽ ഒരാൾ ആന്റണിയെ വളരെ തന്ത്രപരമായി പുറത്തു വെച്ച് തടഞ്ഞു നിർത്തി സംസാരം തുടങ്ങി. അവിടെ വെച്ച് അവർക്ക് വേണമെങ്കിൽ ആന്റണിയെയും കൊല്ലാമായിരുന്നു. പക്ഷേ സീസറിനെ മാത്രം കൊന്നാൽ ജനങ്ങളുടെ കണ്ണിൽ തങ്ങൾ വെറും കൊലപാതകികളാകില്ല, മറിച്ച് റോമിനെ രക്ഷിച്ച വലിയ ഹീറോകളാകും എന്നവർ വിശ്വസിച്ചു. അങ്ങനെ കളമൊരുങ്ങി. ഇനി വേണ്ടത് ഒരൊറ്റ സിഗ്നൽ മാത്രമാണ്. ടീലിയസ് സിംബർ എന്നൊരു സെനറ്റർ സീസറിന്റെ അടുത്തേക്ക് വന്ന് തൻ്റെ സഹോദരന് മാപ്പ് നൽകണമെന്ന് അപേക്ഷിച്ചു. പെട്ടെന്ന് സദസ്സിൽ നിന്ന് ബാക്കിയുള്ളവരും എഴുന്നേറ്റ് സീസറിന് ചുറ്റും കൂടി. ഇരയെ വട്ടമിടുന്ന സ്രാവുകളെ പോലെ അവർ അദ്ദേഹത്തെ വളഞ്ഞു. പെട്ടെന്ന് സിംബർ സീസറിന്റെ വസ്ത്രത്തിൽ പിടിച്ച് താഴേക്ക് വലിച്ചു. അതാണ് സിഗ്നൽ. പുറകിൽ നിന്നും ആദ്യത്തെ കടാര സീസറിന്റെ തോളിലേക്ക് ഇറങ്ങി. വേദന കൊണ്ട് പുളഞ്ഞ സീസർ ചാടി എഴുന്നേറ്റ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എഴുതാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് തൂലിക വെച്ച് തിരിച്ചടിച്ചു. പക്ഷേ ആയുധധാരികളായ 60 പേർക്ക് മുന്നിൽ ആ പേനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിമിഷങ്ങൾക്കകം 4 പാട് നിന്നും പാഞ്ഞെടുത്ത കടാരകൾക്ക് നടുവിൽ ആ വലിയ മനുഷ്യൻ പൂർണ്ണമായി മൂടപ്പെട്ടുപോയി. ആ കൂട്ടത്തിൽ സീസറിന്റെ മറ്റൊരു വിശ്വസ്തനായ മാർക്കസ് ബ്രൂട്ടസും ഉണ്ടായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിയെന്നോണം യാതൊരു ദയയുമില്ലാതെ അയാൾ സീസറിന്റെ അടിവയറ്റിലാണ് കുത്തിയത്. തുടർച്ചയായ 23 കുത്തുകൾ. ഒടുവിൽ അവർ മാറി നിന്ന് തങ്ങളുടെ ചോര പുരണ്ട കൈകളിലേക്ക് നോക്കി. തങ്ങൾ ഭയന്ന ആ സ്വേച്ഛാധിപതി ഇതാ മരിച്ചു വീണിരിക്കുന്നു. കാലത്തിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? ഏത് പോംബെയാണോ താൻ യുദ്ധത്തിൽ തോൽപ്പിച്ചത്, നശിപ്പിക്കാതെ നിലനിർത്തിയ ആ പോംബെയുടെ പ്രതിമയുടെ കാൽ കീഴിൽ കിടന്നാണ് സാക്ഷാൽ ജൂലിയസ് സീസർ തൻ്റെ അവസാനത്തെ ശ്വാസം എടുത്തത്. പക്ഷേ ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഉള്ളത്. ഈ മരണം സീസറിന് വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാമായിരുന്നു. കാരണം തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു. മരിക്കുന്നതിന് കൃത്യം 1 മാസം മുൻപ് സീസർ സ്പുറിന്ന എന്നൊരു പ്രവാചകനെ കാണാൻ പോയിരുന്നു. പുരാതന റോമിൽ ഭാവി പ്രവചിച്ചിരുന്നത് മൃഗങ്ങളെ ബലി നൽകി അവയുടെ ആന്തരിക അവയവങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു മൃഗത്തെ ബലി നൽകി സ്പുറിന്ന പ്രവചനം നടത്തിയപ്പോൾ അവിടെ നിന്നവരെല്ലാം ഒരു നിമിഷം ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. ആ മൃഗത്തിൻ്റെ ശരീരത്തിൽ ഹൃദയമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം മറ്റൊരു മൃഗത്തെ ബലി നൽകിയപ്പോൾ അതിൻ്റെ കരളിൻ്റെ ഒരു ഭാഗവും ഇല്ലാതിരുന്നത് അവരെ വീണ്ടും ഭയപ്പെടുത്തി. ഇത് കണ്ട സ്പുറിന്ന അന്ന് തന്നെ സീസറിന് വലിയൊരു മുന്നറിയിപ്പ് നൽകി. മാർച്ച് 15 ആ ദിവസം നിങ്ങൾക്കൊരിക്കലും നല്ലതായിരിക്കില്ല. പക്ഷേ പ്രവാചകനായ സ്പുറിന്നയുടെ ഈ വാക്കുകൾ വെറും ഒരു തുടക്കം മാത്രമായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി, അതായത് മാർച്ച് 14 അർദ്ധരാത്രി, സീസറിന്റെ സ്വന്തം വീട്ടിലും ഭയപ്പെടുത്തുന്ന മറ്റൊരു സംഭവം നടന്നു. സീസറിന്റെ ഭാര്യ കാൽപൂർണിയ പേടിച്ച് വിറച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്നും എണീറ്റു. അവർ അതിദാരുണമായ ഒരു ദുസ്വപ്നം കണ്ടിരുന്നു. സീസറിന്റെ ശരീരത്തിൽ നിന്നും ചോര ഒഴുകുന്നതായും റോമിലെ ജനങ്ങൾ ആ ചോരയിൽ കൈകൾ കഴുകുന്നതുമായിരുന്നു ആ സ്വപ്നം. ഇത് കണ്ട് ഭയന്ന കാൽപൂർണിയ കരഞ്ഞുകൊണ്ട് സീസറിനോട് കാലു പിടിച്ചപേക്ഷിച്ചു, നാളെ അങ്ങ് സെനറ്റിൽ പോകരുത്, എനിക്ക് വലിയ ഭയമുണ്ട്. ഭാര്യയുടെ കരച്ചിൽ കണ്ട് സീസറിന്റെ മനസ്സ് അലിഞ്ഞു. ഒരുപക്ഷെ സ്വന്തം ജീവനെക്കുറിച്ചുള്ള ഭയം അദ്ദേഹത്തിനും തോന്നിയിരിക്കാം. അന്ന് സെനറ്റിൽ പോകുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതെ, സീസർ രക്ഷപ്പെടാൻ പോവുകയായിരുന്നു. പക്ഷെ അവിടെയും വിധി മറ്റൊരു രൂപത്തിൽ കടന്നു വന്നു. സാക്ഷാൽ ഡെസിമസ് ബ്രൂട്ടസിന്റെ രൂപത്തിൽ. ഓർമ്മയുണ്ടല്ലോ, ഗ്ലാഡിയേറ്റർമാരെ കാവൽ നിർത്തി സീസറിനെ ചതിച്ച അതേ സുഹൃത്ത്. ബ്രൂട്ടസ് വളരെ തന്ത്രപൂർവ്വം സീസറിനെ പരിഹസിച്ചു. ഒരു മഹാസാമ്രാജ്യത്തിന്റെ അധിപനായ താങ്കൾ ഭാര്യ കണ്ട ഒരു സ്വപ്നത്തിന്റെ പേരിൽ ഭയന്ന് വീട്ടിലിരിക്കുകയാണെന്നറിഞ്ഞാൽ റോമൻ ജനത താങ്കളെ ഒരു ഭീരുവായി കാണില്ലേ? The Senate is waiting, Caesar. Will you not go? ആ ഒരൊറ്റ ചോദ്യത്തിൽ സീസറിന്റെ തീരുമാനവും ലോക ചരിത്രവും ഒരുപോലെ മാറിമറിഞ്ഞു. ദുശകുനങ്ങളെല്ലാം മറന്ന് അദ്ദേഹം ആ മരണത്തിലേക്ക് തന്നെ നടന്നു കയറാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ഒരു സാധാരണക്കാരൻ സീസറിനെ തടഞ്ഞു നിർത്തി. ഈ ചതിയുടെ മുഴുവൻ വിവരങ്ങളും അടങ്ങിയ ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. പക്ഷേ സീസർ അത് വായിച്ചില്ല. അദ്ദേഹം നടന്ന് കയറിയത് സിംഹമടയിലേക്കായിരുന്നു. അങ്ങനെ ആ 23 കടാരകൾക്ക് മുന്നിൽ സീസറിന്റെ ജീവൻ പിടഞ്ഞൊടുങ്ങി. സീസറിന്റെ മരണത്തോടെ റിപ്പബ്ലിക് സംരക്ഷിക്കപ്പെടും എന്നാണ് അവർ കരുതിയത്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. റോം മറ്റൊരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൂപ്പുകുത്തി. സീസറിന്റെ വളർത്തുപുത്രനായ ഒക്ടേവിയൻ മാർക്ക് ആന്റണിയുമായി ചേർന്ന് ഈ ചതിയന്മാരെ മുഴുവൻ വേട്ടയാടി ഇല്ലാതാക്കി. അതോടെ റോമൻ റിപ്പബ്ലിക് എന്നേക്കുമായി അവസാനിക്കുകയും ഒക്ടേവിയൻ റോമിലെ
ആദ്യത്തെ ചക്രവർത്തിയായി മാറുകയും ചെയ്തു. പക്ഷേ സീസറിന് എവിടെയാണ് പിഴച്ചത്? തൻ്റെ വളർത്തച്ഛനായ സീസർ ചെയ്ത തെറ്റുകൾ ഒക്ടേവിയൻ ഒരിക്കലും ആവർത്തിച്ചില്ല. സീസറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ അമിതമായ ആത്മവിശ്വാസവും ദയയുമായിരുന്നു. തന്നെ എതിർത്തവരെ അദ്ദേഹം വെറുതെ വിട്ടു. അവർക്ക് ഉയർന്ന പദവികൾ കൊടുത്തു. താൻ തോൽപ്പിച്ച പോംപെയുടെ പ്രതിമകൾ പോലും നശിപ്പിക്കാതെ അദ്ദേഹം നിലനിർത്തി. പക്ഷേ അതേസമയം തനിക്ക് എത്രത്തോളം പവറുണ്ട് എന്ന് അദ്ദേഹം ആളുകളെ കാണിച്ച് അഹങ്കരിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് ആളുകൾക്ക് സീസറിനോട് വെറുപ്പായിരുന്നു, എന്നാൽ ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. ചരിത്രകാരനായ ജോൺ ബാൾസൺ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരു ഏകാധിപത്യ ഭരണം നിലനിർത്തണമെങ്കിൽ അത് സീസറിനെ പോലെ അഹങ്കാരത്തോടെ തുറന്ന് കാട്ടിയിട്ട് കാര്യമില്ല. പകരം പുറമെ ഒരു ജനാധിപത്യത്തിൻ്റെയോ റിപ്പബ്ലിക്കിൻ്റെയോ മുഖംമൂടി അണിഞ്ഞിരിക്കണം. അതെ, ആ 23 കുത്തുകൾ അവസാനിപ്പിച്ചത് ഒരു മനുഷ്യൻ്റെ ജീവൻ മാത്രമായിരുന്നില്ല, റോമൻ റിപ്പബ്ലിക്കിൻ്റെ ശ്വാസം കൂടിയായിരുന്നു. അവർ കൊന്നത് സീസറിനെ മാത്രമാണ്. പക്ഷേ അദ്ദേഹം തുടങ്ങിവെച്ച ആ ഏകാധിപത്യം പിന്നീട് ഒരു മഹാസാമ്രാജ്യമായി നൂറ്റാണ്ടുകളോളം ലോകം ഭരിച്ചു. സത്യത്തിൽ സീസർ എന്ന ആ വലിയ മനുഷ്യൻ്റെ ജീവിതം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും ലോകം കീഴടക്കിയ ആ ഗംഭീര ചരിത്രത്തെക്കുറിച്ചും പൂർണ്ണമായൊരു ഫുൾ ഡോക്യുമെൻ്ററി നമ്മുടെ ചാനലിൽ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ പേർ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ ഇത്തരം സീസർമാർ ഇന്നത്തെ കാലത്തും നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അധികാരത്തിന് വേണ്ടി എന്ത് ചതിയും ചെയ്യുന്ന ആ പഴയ റോമൻ രാഷ്ട്രീയം ഇന്നും എവിടെയെങ്കിലും ആവർത്തിക്കപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ചരിത്രത്തിലെ ഇത്തരം രഹസ്യങ്ങളും ലോകകാര്യങ്ങളും ഏറ്റവും ലളിതമായി സംസാരിക്കാൻ ദ പ്രസന്റ് ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഗംഭീര വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.